GST രജിസ്ട്രേഷൻ എടുക്കുന്ന ആളുകൾ എല്ലാവരും എടുക്കുന്നത് റെഗുലർ രജിസ്ട്രേഷൻ ആണ്. പല ആളുകൾക്കും എന്താണ് കോമ്പോസിഷൻ എന്നോ അതെ എന്താണ് ആ രജിസ്ട്രേഷൻ അറിയാത്ത ആളുകളാണ് ഒട്ടുമിക്ക പേരും. നമുക്കറിയാം GSTയിൽ 40 ലക്ഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ GST എടുക്കണം. GST എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് അതിന്റെ പ്രൈസും അതുപോലെ കൂടും. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ്, നിങ്ങളൊരു GST രജിസ്ട്രേഷൻ എടുക്കുന്നതോടുകൂടി നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് 18% കസ്റ്റമറായി നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ 1 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ 1.18 കസ്റ്റമറായി നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും വലിയ ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് നിങ്ങളോട് നിർബന്ധമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് നിർബന്ധിതമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോമ്പോസിഷൻ രജിസ്ട്രേഷൻ എടുക്കുക. അതായത് നിങ്ങളുടെ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണ്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് കേരളത്തിലാണ് നിങ്ങളെങ്കിൽ കേരളത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്, അതായത് ആ ഒരു സ്റ്റേറ്റിന് അകത്താണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇവിടെ ആകുമ്പോൾ ടാക്സ് പെർസെന്റേജ് വരുന്നത് 1%. നിങ്ങളൊരു ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിംഗ് ആണ് ചെയ്യണമെങ്കിൽ 1% ആണ് ടാക്സ് വരുന്നത്. ഇത് സർവീസ് സെക്ടർ ആണെങ്കിൽ 6% വരുന്നുള്ളൂ. ഇനി ഹോട്ടൽ ഓർ റെസ്റ്റോറന്റ് ആണെങ്കിൽ 5%. സോ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് എന്താണ്, കേരളത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പോസിഷൻ രജിസ്ട്രേഷൻ ആണ്. ഇനി നിങ്ങൾ GST ഫയലിംഗിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫയലിംഗ് 3 മാസം കൂടുമ്പോൾ നിങ്ങൾ ഫയൽ ചെയ്താൽ മതി. മറ്റേ നോർമലി റെഗുലർ രജിസ്ട്രേഷൻ ആണെങ്കിൽ മന്ത്ലി നമുക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യണം. ഇവിടെ നിങ്ങൾ ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യുക. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ എന്നുള്ള ജൂലൈയിലാണ് എന്ത് ചെയ്യേണ്ടത്, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. സോ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ കൺസൾട്ടന്റിനോട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം GST രജിസ്ട്രേഷൻ എടുക്കുക. ഏത് രജിസ്ട്രേഷൻ ആണ് ബെസ്റ്റ് എന്ന് നോക്കിയതിനു ശേഷം മാത്രം. ഓക്കെ, ഇതുപോലുള്ള അക്കൗണ്ട്സ് ടാക്സ് റിലേറ്റഡ് അതിന്റെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ താഴെ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് ഫോളോ ചെയ്യുക.